ഹായ് ഹലോ. ഇന്നൊരു വീഡിയോ ഒരു ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ആണ്. പിന്നെ നമ്മളതിൽ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോകേണ്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർ പോകാനുള്ള പരിപാടിയാണ്, ശോഭ മാളിൽ. അപ്പോൾ മോനക്കുള്ള കുറച്ച് ബേഗ് കാര്യങ്ങൾ അങ്ങനത്തെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങാമെന്നുള്ള ലെവലിൽ നമ്മളപ്പോൾ പോകാനുള്ള ഒരുക്കമായിരുന്നു. അവിടുന്ന് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ മഴയുള്ള കാരണം നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ തൃശ്ശൂർക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ 2-3 റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ കുറേ പാടങ്ങളുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ എത്തണ വരെ ആകുമ്പോഴത്തേനും കുറേ പാടങ്ങളും അതേപോലെ ഇപ്പോൾ അങ്ങനെ കനാലുകൾ ഇങ്ങനെ തോട് അങ്ങനത്തെ ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് ആ ഒരു ഭാഗത്ത് കൂടെ പോകാൻ. കൂടുതലും നമ്മൾ തൃശ്ശൂർ പോകണമെങ്കിൽ ആ ഒരു റൂട്ടിൽ കൂടെ പോവുള്ളൂ. പിന്നെ ഈ പോണ റൂട്ടിൽ തന്നെയാണ് കേട്ടോ മുന്നാട് സ്കൂൾ, IAS പബ്ലിക് സ്കൂൾ ചിറ്റിലപ്പള്ളിയിലാണ്. അപ്പോൾ ഈ പോണ റൂട്ടിൽ തന്നെയാണ് മുന്നാട് സ്കൂളും കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ആണെങ്കിൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. മെയിൻ റോട്ടാകുമ്പോൾ പിന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളവിടെ ശോഭ മാളിൽ അവിടെ എത്തിയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി. മുന്നേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയിലാണ് മുന്നേ നടക്കുന്നത്. എന്താ പറയുക, സ്കൂൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുക എന്നുള്ള ആ ഒരു ഭയങ്കര ഹാപ്പിയിലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളവിടെ കുറച്ച് എന്താ പറയുക, ഫസ്റ്റിൽ തന്നെ ഞാൻ അതൊന്നും വാങ്ങിക്കാൻ നടന്നില്ല. അങ്ങനെ ഓരോ ഷോപ്പുകളിലൊക്കെ കയറി വെറുതെ ഒരു രസമല്ലേ നമുക്ക് ഇതേപോലെ പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഡ്രസ്സുകളും അതേപോലെ മോൻക്ക് പോലത്തെ ഡ്രസ്സുകളും അതേപോലെ നമ്മുടെ പോലത്തെ ഡ്രസ്സുകൾ കുറേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. പിസ്സ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് പിസ്സ ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബാഗ് വാങ്ങിക്കാനും അതേപോലെ ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ മിച്ചി മുന്നേക്ക് സൈസ് കറക്റ്റാന്ന് നോക്കുകയാണ് കേട്ടോ. ഒരെണ്ണം ഇട്ട് നമ്മൾ നോക്കി നോക്കിയപ്പോൾ അത് എനിക്ക് കുറച്ച് ഫിറ്റാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ വേറൊരു സൈസ് എടുത്ത് നോക്കിയിട്ട് അതിട്ട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ കറക്റ്റ് ഫിറ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മളത് അവിടെ നിന്ന് അങ്ങനെ എടുത്തു. പിന്നെ അവനക്കുള്ള കുറച്ച് പർച്ചേസിങ്ങൊക്കെ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അധികം നേരം നിന്നൊന്നുമില്ല. ഓൻ്റെ പർച്ചേസിങ്ങും അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ ഐറ്റംസുകളൊന്നും പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കണമെന്നൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. ചില ഷോപ്പുകളിലൊന്നും കയറുമ്പോൾ അത് അലൗഡ് ഉണ്ടായിരുന്നില്ല. ചിലവർ പറഞ്ഞ് വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ ഉള്ളത് പിറ്റേ ദിവസത്തെ വീഡിയോസുകളാണ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാഗും പിന്നെ നമ്മൾ അന്ന് ബുക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ അല്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ ആ ബുക്കുകളൊക്കെ എന്താ പറയുക, സ്കൂളിൽ നിന്ന് ടൈം ടേബിളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കണേ. ഇപ്പോഴത്തെ സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണേ. പിന്നെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ ടിഫിൻ ബോക്സ് വെക്കുമല്ലേ, അപ്പോൾ ടിഫിൻ ബോക്സ് വെക്കുമ്പോൾ മക്കൾക്കാണെങ്കിൽ നമ്മളിത് കെട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ വല്ല കടുങ്കട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണതിന് പകരം ഇതുപോലെ നമുക്ക് വെൽക്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് മക്കൾക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അവർക്ക് യൂസ് ചെയ്യാനും അതേപോലെ തുറക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല കംഫർട്ടായിരിക്കും കേട്ടോ. ഇതേപോലെ ഒരു നമ്മളെ ടിഫിൻ ബോക്സിൻ്റെ ക്ലോത്തിന്മേ ഇതൊന്ന് വെച്ചിട്ട് എന്താ പറയുക, ഗമ്മാണെങ്കിൽ നല്ല ഒട്ടണ ഗമ്മാണെങ്കിൽ അങ്ങനെ ഗമ്മ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 2 അടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റാവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത്ര 3 കഷ്ണം വെട്ടിയെടുത്തിട്ട് ഞാനൊരു ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു നമ്മളെ മൂല ഉണ്ടാവില്ലേ ആ ഒരു കോർണറിൽ ഇങ്ങനെ നീളത്തിലായിട്ട് വെച്ചത്. പിന്നെ എൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ മേൽഭാഗത്തായിട്ട് വെക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് കറക്റ്റിൽ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ 2 ഭാഗത്തും ഞാൻ വെച്ചപ്പോൾ കറക്റ്റ് നല്ല ഫിറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരുകയും ചെയ്യാം. അപ്പോൾ മക്കൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കെട്ടി കൊടുക്കുമ്പോൾ അവർക്കതൊരു ചിലപ്പോൾ കടുങ്കട്ടായിട്ട് അല്ലെങ്കിൽ കെട്ടാൻ പറ്റാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിയിൽ ഈസി ആയിട്ട് അവർക്കത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെക്കാനും പറ്റും കേട്ടോ. കണ്ടല്ലേ, നല്ല അടിപൊളിയായി
ടിഫിൻ ബോക്സ് കറക്റ്റ് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുകയും ചെയ്ത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. കാരണം യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടോ. അപ്പോൾ ഇതൊക്കെ തലേ ദിവസത്തെ പരിപാടിയായിരുന്നു. ഇനി ഇതാ സ്കൂൾ തുറക്കണ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ്ടുള്ളത് കാലത്ത് എഴുന്നേറ്റ് പിന്നെ മുന്നാക്ക് നേരത്തെ തന്നെ ഭക്ഷണം കൊടുത്ത് മോനക്ക് 8 മണിക്ക് സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേനും പിന്നെ ഡ്രസ്സൊക്കെ മാറണ്ടേ. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി ബെൽറ്റും ടൈയും എല്ലാം കെട്ടിക്കൊടുത്ത് ആൾ ഉഷാറാക്കി വിടുകയാണ്. അപ്പോൾ എന്താ പറയുക, 2 വർഷത്തിന് ശേഷമല്ലേ പോണത്. അപ്പോൾ എല്ലാവരും എല്ലാ മക്കളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. മുന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം 2 വർഷത്തിന് ശേഷമല്ലേ. അപ്പോൾ അതാ അവരെ സ്കൂൾ ബസ്സാണ് കേട്ടോ അങ്ങോട്ട് പോണത്. നമ്മുടെ പഠിക്കുന്ന തന്നെ കേട്ടോ കയറാൻ പറ്റുക. ഇറക്കണതും കയറണതും ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു സമാധാനമാണ്. നമുക്ക് ചില സ്റ്റോപ്പുകളിലൊക്കെ പോയി നിൽക്കണമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനുമാണ് മക്കൾ പോയി നിൽക്കുമ്പോൾ. ഇതാവുമ്പോൾ നമ്മുടെ പഠിക്കലിന് തന്നെയാണ് കേട്ടോ നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ ഇതാ മുന്നേ ബസ് അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ബസ്സിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. ഒരു ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.